ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെയാണ് കാണിക്കുന്നത്. അതായത് നിലവിലുണ്ടായിരുന്ന രാജാവിനെ ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജാവിന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുകയുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്തായിരുന്നു രാജാവിന്റെ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ആയിട്ടുള്ള ക്യുങ് ഹ്വി തന്റെ സ്വന്തം നാടായിട്ടുള്ള യോങ്ഡാം വില്ലേജ് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് രാജാവിന് ഒളിച്ചിരിക്കുവാനായിട്ട് സാധിക്കുമെന്നും ശത്രുക്കൾ ഒരിക്കലും രാജാവിനെ കണ്ടെത്തുകയില്ല എന്നുമുള്ള രീതിക്കായിരുന്നു മിലിറ്ററി ഓഫീസറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ യോങ്ഡാം വില്ലേജിലേക്ക് അവർ പോകുന്ന സമയത്തായിരുന്നു ഇതുപോലെ ശത്രുക്കൾ യോങ്ഡാം വില്ലേജ് ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യമൊക്കെ രാജാവും അറിയുന്നത്. ഇപ്പോൾ രാജാവ് യോങ്ഡാ വില്ലേജിലേക്ക് പോകാതെ മറ്റൊരു വഴി നോക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ശത്രുക്കളും പെട്ടെന്ന് തന്നെ രാജാവ് പുതിയതായിട്ട് ഒളിച്ചിരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ രാജാവും യോങ്ഡാ വില്ലേജിലേക്കാണ് താൻ പോയതെന്ന രീതിക്ക് ഒരു സൂചന നൽകുവാനായിട്ടാണ് കൂടെയുള്ള പടയാളികളുടെ അടുത്തായിട്ട് പറയുന്നത്. അതേസമയം ആ ഒരു നാട്ടിലെ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു സജഷൻ അത് മിലിറ്ററി ഓഫീസർ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ആൾക്കാരെ മാറ്റുകയാണെങ്കിൽ ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ശത്രുക്കൾ അറിയുന്നതായിരിക്കും. ഉടനെ തന്നെ ശത്രുക്കൾ എന്റെ പിന്നാലെ വരുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ യോങ്ഡാം വില്ലേജിലാണ് ഉള്ളതെന്ന് ശത്രുക്കൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് രാജാവും പറയുന്നു. മിലിറ്ററി ഓഫീസറിന് തന്റെ നാടിനെ രക്ഷിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിനൊരു വഴിയൊന്നും വെക്കാതെ തന്നെ നമ്മുടെ ചോയുടെ പൂർവികനായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു മിലിറ്ററി ഓഫീസറിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലായിട്ട് കെട്ടിയിടുകയാണ്. അതിനുശേഷം അവരും രക്ഷപ്പെട്ടു പോകുന്നു. അതേസമയം ശത്രുക്കൾ യോങ്ഡാം വില്ലേജിലായിരിക്കും രാജാവ് ഒളിച്ചിരിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് യോങ്ഡാം വില്ലേജിലേക്ക് കയറിയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ക്രൂരമായിട്ട് കൊല്ലുകയാണ്. രാജാവും തന്റെ മുൻ തലമുറയിൽ ഉണ്ടായിരുന്ന രാജാവ് ഇതുപോലെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാട്ടുകാരെ മുഴുവൻ ബലി കൊടുത്തതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു നാണക്കേടിലേക്കാണ് പുള്ളി ഇരിക്കുന്നത്. യുവോർക്കും ഇപ്പോൾ ആ മിലിറ്ററി ഓഫീസറിനെ ഫീൽ ചെയ്യുകയാണ്. അതായത് മിലിറ്ററി ഓഫീസർ കാരണമായിരുന്നല്ലോ രാജാവ് യോങ്ഡാ വില്ലേജിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ ആ ഒരു നാട്ടിലെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയതും. അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റബോധവും ഉണ്ടായിരുന്നത് മിലിറ്ററി ഓഫീസറിന്റെ ഉള്ളിലായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ യുവോർക്കും ഫീൽ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു സമയത്താണ് ഗങ്ചോരിയും ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ ഒരു നാട്ടിൽ എത്രത്തോളം ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നോ അത്രയും ആൾക്കാരുടെ ദേഷ്യവും വിഷമവും അതുപോലെ തന്നെ പകയും പ്രതികാരവും എല്ലാം തന്നെ ഈ ഒരു എട്ടടി പ്രേതത്തിന്റെ ഒപ്പമുണ്ട്. സോ പ്രേതം ഒറ്റയ്ക്കല്ല, മറിച്ച് ഒരുപാട് പ്രേതത്തിന്റെ ആത്മാവ് കൂടിയതാണ് ഒരു എട്ടടി പ്രേതം എന്ന രീതിക്ക് ഗങ്ചോരിയും പറയുന്നു. യൂറി ഗങ്ചോരിയോട് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് യൂൺകാപ്പിന്റെ ആത്മാവിനെ അവളും കാണുകയാണ്. അവളും യൂൺകാപ്പിന്റെ ആത്മാവിനെ പിന്തുടർന്നു വരുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഗങ്ചോരിയുമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് അവനെ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഒരു സമയത്ത് നീ യൂൺകാപ്പിന്റെ ആത്മാവിനെയാണ് കണ്ടതെങ്കിൽ ഉറപ്പായിട്ടും എട്ടടി പ്രതം മനഃപൂർവ്വമായിരിക്കും അവനെ തുറന്നു വിട്ടിട്ടുണ്ടാവുകയെന്ന് ഗങ്ചോരിയും യൂറിയുടെ അടുത്തായിട്ട് പറയുന്നു. എട്ടടി പ്രേതം അകത്തേക്ക് കടക്കാതിരിക്കുവാനുള്ള എല്ലാ വഴികളും ഗാസോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എട്ടടി പ്രേതവും രാജകുമാരനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് എത്തിക്കുകയാണ്. രാജകുമാരനും കയ്യിലുണ്ടായിരുന്ന ഗോസ്റ്റ് പെയിൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ആ പ്രേതത്തെ തടുക്കുവാനായിട്ട് ശ്രമിക്കുകയും ഗാസോപ്പ് കൂടി ആ ഒരു കുട്ടിയുടെ കൂടെ കൂടുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം കുട്ടിയും രക്ഷപ്പെടുന്നു. ഇൻസ്യോനെ കാണുവാനായിട്ട് യൂറിയും ഗങ്ചോരിയും കൂടി എത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ യൂറിയും ഗങ്ചോരിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചെല്ലാം തന്നെ ഇൻസ്യോണും അവരുടെ അടുത്തായിട്ട് ചോദിക്കുന്നു. ഈ ഒരു സമയത്ത് ഗങ്ചോരിയും അവളെ കളിയാക്കി കൊണ്ടുവരുന്നൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴായിരുന്നു നേരത്തെ ഇൻസ്യോണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാന്റില് പൂക്കൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയൊക്കെ അവനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഗാസോപ്പ് ആയിരുന്നല്ലോ ആ ഒരു പ്ലാന്റ് ഗങ്ചോരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഒരിക്കല് ഗങ്ചോരിയും എട്ടടി പ്രേതത്തെ തോൽപ്പിക്കുവാനായിട്ടുള്ള ഒരു മാർഗത്തെ കുറിച്ചെല്ലാം തന്നെ ഗാസോപ്പിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്ലാന്റിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ആ പ്ലാന്റിന്റെ ശക്തി കൂടുന്നതായിരിക്കുമെന്നും ആ ഫ്ലവേഴ്സിന്റെ എനർജി കാരണം ഗങ്ചോരിക്ക് പ്രേതത്തെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നും ഈ മൂക്കയുടെ പവേഴ്സ് എപ്പോഴൊക്കെ വീക്ക് ആകുന്നോ ആ ഒരു സമയത്ത് ആ ഫ്ലവേഴ്സ് അവന് ഉപകാരപ്പെടുമെന്നുമുള്ള രീതിക്കായിരുന്നു കാസോപ്പും അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാജാവും ഇപ്പോൾ രാജാവിന്റെ മുത്തശ്ശൻ മരണപ്പെട്ടു പോയ ആ ഒരു വാർത്തയൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അത് കേട്ട് രാജാവും ആകെ അപ്സെറ്റ് ആകുന്നു. രാജാവ് വന്നത് എട്ടടി പ്രേതത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ടൊക്കെയാണല്ലോ. ആ ഒരു അന്വേഷണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജാവും പോയേക്കാമെന്ന തീരുമാനത്തിലെത്തിയിരിക്കുമ്പോഴത്തേക്കും യോറിയും രാജാവിന്റെ അടുത്തായിട്ട് ഒരു കാര്യം പറയുന്നു. അതായത് ഒറ്റക്കാലൻ പ്രേതത്തിന്റെ മരണത്തിന് ശേഷമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല. സോ ആ ഒരു ചടങ്ങുകളൊക്കെ നടത്തുകയാണെങ്കിൽ മാത്രമേ വോണിയനും ഫാമിലിക്കും സേഫായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന രീതിക്കാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരും ചടങ്ങുകൾ നടത്തുന്നു.
തന്റെ കയ്യിലുണ്ടായിരുന്ന പെട്ടിയിൽ നിന്നും പ്രേതത്തെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന യൂറിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രേതമാകട്ടെ, ഞാൻ ഒരിക്കലും പരലോകത്തേക്ക് പോവുകയില്ല, അഥവാ അങ്ങനെ പോകണമെങ്കിൽ വോണിയോ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ ഏറ്റുപറയട്ടെ എന്ന രീതിക്കായിരുന്നു അയാളും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. യൂറിയും ഈ ഒരു കാര്യം വോണിയോനെയും അറിയിക്കുന്നു. ഇപ്പോൾ പ്രേതം യൂറിയുടെ ശരീരത്തിൽ കയറിയിട്ടാണ് വോണിയോനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വോണിയും ഇപ്പോൾ പ്രേതത്തെ നേരിട്ട് കണ്ട ആ ഒരു ഫീലിൽ തന്നെയാണ് ഉള്ളത്. സോ പ്രേതവും തന്റെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വോണിയനും താൻ ചെയ്തത് എത്രത്തോളം വലിയ തെറ്റാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സോ വോണിയു ആ പ്രേതത്തിന്റെ അടുത്തായിട്ട് ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും നിന്നെ കൊല്ലണമെന്നൊരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ അഭിമാന പ്രശ്നം കാരണമായിരുന്നു ഞാനും നിന്നെ അന്ന് കൊന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നിന്നെ കൊന്നതോർത്തിട്ടുള്ള കുറ്റബോധത്തിലായിരുന്നു ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ വോണിയോ ക്ഷമയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പ്രേതവും പഴയ രൂപത്തിലായിട്ട് വോണിയുടെ അടുത്തും ക്ഷമിക്കുകയാണ്. മറ്റൊരു മിനിസ്റ്ററിനെ കാണിക്കുകയാണ്. ഈ മിനിസ്റ്ററും കണ്ണു കാണാത്ത മന്ത്രവാദി ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കൃത്യമായി തന്നെ കണ്ണു കാണാത്ത മന്ത്രവാദി ആ ഒരു മിനിസ്റ്ററുടെ മുമ്പിലായിട്ടും വരികയാണ്. ഈ ഒരു മിനിസ്റ്റർ തന്നെ ആയിരുന്നു നേരത്തെ മിനിസ്റ്റർ ക്വാക്കിന് കണ്ണു കാണാത്ത മന്ത്രവാദി എഴുതിയിട്ടുണ്ടായിരുന്ന മന്ത്രവാദമൊക്കെ എഴുതിയ പേപ്പർ എല്ലാം തന്നെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നിലവില് മിനിസ്റ്റർ ക്വാക്കും അതുപോലെ തന്നെ രാജാവിന്റെ മുത്തശ്ശനും മരണപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഒരാളുടെ സപ്പോർട്ട് കണ്ണു കാണാത്ത മന്ത്രവാദിക്ക് വേണം. സോ അതുകൊണ്ടായിരുന്നു ഇയാളെ കാണുവാനായിട്ട് മന്ത്രവാദി വന്നിട്ടുണ്ടായിരുന്നതും. കൂടാതെ തന്നെ സഹായിക്കുകയാണ് എങ്കിൽ നേരത്തെ രാജാവിന്റെ മുത്തശ്ശനിരുന്ന ആ ഒരു സ്ഥാനമുണ്ടല്ലോ, അതേ സ്ഥാനത്തേക്ക് ഈ മിനിസ്റ്ററിനെ എത്തിക്കാമെന്ന ഒരു രീതിക്കാണ് മന്ത്രവാദിയും സംസാരിക്കുന്നത്. യൂറയും കങ്ചോരിയും കൂടി തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും യൂൺകാപ്പിന്റെ അമ്മ വളരെ കാര്യമായിട്ടായിരുന്നു അവരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ യൂൺകാപ്പും കാണുന്നു. അതായത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാം തന്നെ കങ്ചോരി തട്ടിയെടുത്തു എന്ന് മനസ്സിലാക്കുന്ന യൂൺകാപ്പിനും ഒരുപാട് വിഷമം തോന്നുകയാണ്. പോരാത്തതിന് നേരത്തെ അവർ നാട്ടിലില്ലാതിരുന്ന സമയത്ത് രാജകുമാരനെ പിടിക്കുവാനായിട്ട് 8 അടി പ്രേതം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാം തന്നെ കാസോപ്പും അവരെ അറിയിക്കുന്നു. ഗംചോരിയും ഇപ്പോൾ കുറെ ആയിട്ട് യൂൺകാപ്പിന്റെ ബോഡിയിലേക്കാണല്ലോ ഉള്ളത്. അങ്ങനെ ഇരിക്കെ ഗംചോരിക്ക് ഇത്തരം പവേഴ്സ് ഒക്കെ കുറഞ്ഞതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് താൻ 8 അടി പ്രേതത്തിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുക എന്നൊരു സംശയവും ഗംചോരിയുടെ ഉള്ളിലുണ്ടായിരുന്നു. വോണിയോ തിരിച്ച് കൊട്ടാരത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും വോണിയോ ഒരാളെ കൊന്നതൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ രാജാവും അത് വെറുതെ വിടുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരാളെ കൊന്നു എന്ന കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ട് രാജാവും വോണിയുവിന് 50 ചാട്ടവാറടി കൊടുക്കുന്നു. വോണിയും താൻ ചെയ്ത കുറ്റത്തിന്റെ ഭീകരതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു ചാട്ടവാറടി എല്ലാം തന്നെ ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ വോണിയോനെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഗംചോരി വീണ്ടും ഇൻസോണെ കാണുന്നു. ഗംചോരി കൊടുത്ത ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻസോണും വളരെ സൂക്ഷിച്ചൊക്കെ ആയിരുന്നല്ലോ ആ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പ്ലാന്റിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗംചോരി ചോദിക്കുമ്പോഴത്തേക്കും അതിലെ മുട്ട കേട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായെങ്കിലും ഇതുവരെയായിട്ടും അതിൽ പൂ വിരിഞ്ഞിട്ടില്ല എന്ന കാര്യം അവൾ തന്നെ അറിയിക്കുന്നു. അതേസമയം എന്നാണോ അതിൽ പൂ വിരിയുക ആ ഒരു സമയത്ത് നീ എന്നെ വന്നത് അറിയിക്കണമെന്ന രീതിക്കാണ് ഗംചോരിയും ഇൻസിയോണോട് പറയുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ മാത്രമേ കാണാം. ബൈ.